മുത്തപ്പ അവിടെ നിന്ന് നേരെ പോയത് സൈനബയുടെ അടുത്തേക്കാണ്. അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന മുട്ട ഇടിയപ്പോ മുത്തപ്പയ്ക്ക് കൊടുത്തു. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. എടി സൈനബേ, നീ ആ മണ്ട മുത്തപ്പയെ ഇഷ്ടാണോടി എന്നാരെങ്കിലും ചോദിച്ചാ മുത്തപ്പ മണ്ടനൊന്നും അല്ല കേട്ടോ, അത് ചുമ്മാ ബാപ്പയും മറ്റും പറയണതാ. അവൾ അത്രയും പറയും. മുത്തപ്പയും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ പല രാത്രിയിലും അവൻ ഉറക്കം വരാറില്ല. കാരണം കണ്ണൊന്നടച്ചാൽ കൽവിനകത്തൊരു പൊന്നിൻ ചീലങ്ക കിലുക്കുന്നു സൈനബ. പട്ടുപവാടയും തട്ടവും ഇട്ടവൻ പൊട്ടിച്ചിരിച്ചെന്നും വന്നണയും. മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കെണ്ണം പോക്കർക്ക് മകളെ കുറിച്ച് യാതൊരു സംശയവും. ഒരു 500 രൂപയെങ്കിലും സ്വരുക്കൂട്ടി അവളുടെ കാതിലും കൈത്തിലും വല്ല പൊൻപണ്ടങ്ങളും ഇട്ട് കഴിച്ചിലിന് ബഗയുള്ള യോഗ്യന്മാർക്ക് ആർക്കെങ്കിലും നിക്കാ കഴിപ്പിച്ച് കൊടുക്കണം. വിചാരമാണ് അയാൾക്ക് എപ്പോഴും. ഒരു ദിവസം ചന്ത പിരിഞ്ഞ് കുറെ കപ്പൽക്കിഴങ്ങും വാങ്ങി ഒറ്റക്കെണ്ണം പോക്കര് വീട്ടിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച, സൈനബയുടെ മടിയിൽ തലയും വെച്ച് കിടക്കുന്നു മണ്ടൻ മുത്തപ്പ. ബാപ്പയെ കണ്ടതും സൈനബ ഞെട്ടിപ്പിടന്ന് എഴുന്നേറ്റു. പോക്കരുടെ കണ്ണിൽ വന്നു. അയാൾ അലറിക്കൊണ്ട് കയ്യിലിരുന്നൊരു മുട്ടൻ മരച്ചിരിക്കണെടുത്ത് മുത്തപ്പയുടെ നെഞ്ചു നോക്കി വലിച്ചെറിഞ്ഞു. ഏറുകൊണ്ടവൻ താഴെ വീണു. നിന്നെ നമ്മൾ കൊല്ലും. മുത്തപ്പ പ്രതികരിച്ചില്ല. അവൻ മെല്ലെ എഴുന്നേറ്റ് വിനയത്തോടെ പറഞ്ഞു, ഞാൻ വല്ലത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് മാപ്പാക്കണം. ഞമ്മളിന് പോക്കിട്ടടിക്കാൻ പോണില്ല. നീ തണ്ടാൻ പോവാണോ കൈത? ഞമ്മളൊരു ഷായന്റെ കച്ചവടം തുടങ്ങാൻ പോണു. നമുക്ക് സൈനബാനെ നിക്കാ കഴിപ്പിച്ച് തരണം. എന്റെ അതിർക്കാത്തിന് പൊളിയിറങ്ങണം. മുത്തപ്പ പോയി. വിവരം കാട്ടുതീ പോലെ പരന്നു. ജനങ്ങൾ 2 ചേരിയിലായി. പക്ഷേ എല്ലാവർക്കും ഒരു സംശയം, ഈ സൈനബ ആരുടെ ചേരിയില്? ഞമ്മടെ ചേരിയില്. നെഞ്ചത്തടിച്ചോണ്ട് മുത്തപ്പ പറയും. പക്ഷേ ഒറ്റക്കെണ്ണം പോക്കര് പറയും, നീ പോട കൈത, ഞമ്മടെ പുന്നാര മോളാ സൈനബ. പക്ഷേ ഈ സൈനബ ആരുടെ പക്ഷത്താണെന്ന് ആർക്കും ഒരു വ്യക്തതയില്ല. ഈ പെണ്ണിന്റെ മനസ്സ് പോണെടുത്ത ജയം ആളുകൾ സംയുക്തമായി പ്രസ്താവിച്ചു. നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു വെള്ളി രൂപയുമായി മണ്ടൻ മുത്തപ്പ ചന്തയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് ഒറ്റക്കെണ്ണം പോക്കൊരു മണ്ടൻ മുത്തപ്പയെ കണ്ടത്. ആർക്കും വെക്കാം, ഏത് മണ്ടൻ ചെറ്റയ്ക്കും വെക്കാം. മണ്ടൻ മുത്തപ്പ ആ ചീട്ടുകളിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അതിലൊന്നിന്റെ പുറത്ത് 1 രൂപ വെച്ചു. ഒറ്റക്കെണ്ണം പോക്കര് ചീട്ട് നിവർത്തി. കാണികൾ ആവേശം കൊണ്ടു മണ്ടൻ മുത്തപ്പയ്ക്ക് 1 രൂപ അടിച്ചിരിക്കുന്നു. കളി വീണ്ടും തുടർന്നു. 2, 4, 8. അന്ന് 15 രൂപ മണ്ടൻ മുത്തപ്പയ്ക്ക് കിട്ടി. അന്ന് രാത്രി ഒറ്റക്കെണ്ണം പോക്കര് സൈനബയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ സൈനബ, 22 കൊല്ലമായി ആരും തോപ്പിച്ചിട്ടില്ലാത്ത ബാപ്പ ഇന്ന് 15 രൂപയ്ക്ക് തോറ്റു. ആ മണ്ടൻ ഹറാമിയാ തോപ്പിച്ചത്. അടുത്ത ചന്ത വരട്ടെ, ഞമ്മള് കാണിച്ചു കൊടുക്കാം. പക്ഷേ അടുത്ത ചന്തയ്ക്കും വിജയം മണ്ടൻ മുത്തപ്പയ്ക്ക് തന്നെ. പന്ത്രണ്ടു ചന്ത കഴിഞ്ഞു മുത്തപ്പ, മുച്ചീട്ടുകളിൽ ജയിച്ചു കേറി. സമ്പാദ്യമെല്ലാം തകർന്നൊരു പോക്കര് മുത്തപ്പ തന്നോട് സന്ധി ചെയ്തു. എടാ മുത്തപ്പ, സൈനബാനെ കെട്ടിക്കാൻ വെച്ചിരുന്ന കായ് മുഴുവൻ തീർന്നു. ഞമ്മളിപ്പോ കടം പേടിച്ചാ കളിക്കണേ. അതുകൊണ്ട് ഇനി നീ കളിക്കാൻ വരരുത്. നിനക്ക് ചന്ത തോറും 5 രൂപയുടെ കാശ് ഞമ്മള് തന്നേക്കാം. കാശൊന്നും ഞമ്മക്ക് വേണ്ട. നമുക്കിപ്പോ ചായന്റെ കച്ചവടം ഉണ്ട്. സൈനബാനെ കെട്ടിച്ച് തന്നാ പിന്നെ ഞമ്മളിനി കളിക്കാൻ വരില്ല. ബഹുജനങ്ങളും മുത്തപ്പയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു.
അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ ഒറ്റക്കണ്ണം പോക്കര് മണ്ടൻ മുത്തപ്പയ്ക്ക് സൈനബാനെ കെട്ടിച്ചു കൊടുത്തു. പക്ഷേ ഒറ്റക്കണ്ണം പോക്കർക്ക് ഒരു മനസ്സമാധാനവും. ഈ മണ്ടൻ മുത്തപ്പ എങ്ങനെ രൂപച്ചീട്ട് രൂപ വയ്ക്കാൻ സാധിച്ചു? ഈ ചോദ്യം അയാളെ സദാ അലട്ടിക്കൊണ്ടേയിരുന്നു. മുത്തപ്പ പറഞ്ഞു, എന്റെ ബുദ്ധി. മോനെ, നിനക്ക് എവിടുന്നാ ബുദ്ധി? നല്ല കാശ് കൊടുത്ത് മൂക്കിക്കൂടെ പുകവിടാൻ പഠിച്ച യോഗ്യനല്ലേ നീ? അതുകൊണ്ട് ഞമ്മളോട് സത്യം പറ, ഞമ്മളോട് സത്യം പറ. അത് നമ്മുടെ കെട്ടിയോൾ സൈനബ പഠിപ്പിച്ചതാ. എങ്ങനെ? അവനാ സത്യം പറഞ്ഞു. ഒറ്റക്കണ്ണം പോക്കര് നടുങ്ങി. അയാൾ ആ ചീട്ടുകുത്തെടുത്ത് പരിശോധിച്ചു. എല്ലാ രൂപച്ചീട്ടിലും അടയാളം. ഓരോ രൂപച്ചീട്ടിന്റെ മൂലങ്ങളിൽ സൂചി കൊണ്ടുള്ള 4 ചെറിയ കുത്തുകൾ. എടാ മുത്തപ്പ, നീ പറ, പെമ്മക്കളെ ഒന്നിനെങ്കിലും ജീവനോടെ വെച്ചേക്കാമോ? കൊന്നു കളയണ്ടേ? നന്ദി, നമസ്കാരം.